നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലഹരി വ്യാപനം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയത്വം തുടരുന്നതിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. പാമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ചാണ്ടി ഉമ്മൻ MLA. സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിക്ക് കോട്ടയം ജില്ലയിൽ തുടക്കം. വിദ്യാർത്ഥികൾക്കിടയിൽ വായന ലഹരിയാക്കി മാറ്റാൻ കഴിയണമെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് വെള്ളിത്തിരയുണർന്നു. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. പുതുപ്പള്ളി പഞ്ചായത്തിലെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുത്തു. കൃഷി ചെയ്തത് 75 സെന്റ് സ്ഥലത്ത് 500-ലധികം തൈകൾ. പഞ്ചായത്തിനോട് സഹകരിച്ച് ജില്ലാ മിഷൻ. വാർത്തകൾ വിശദമായി. ലഹരി വ്യാപനം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത പുലർത്തുന്നതിനെതിരെ കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി പാമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സൂചനാ സമരം മാത്രമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നടക്കുന്നത് സൂചനാ സമരം മാത്രമാണെന്നും റോഡ് തടയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. കുട്ടികൾക്കും നാടിനും വേണ്ടിയാണ് ഈ പ്രതിഷേധമെന്നും MLA കൂട്ടിച്ചേർത്തു. LKGയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് രാസലഹരി കലർന്ന മിഠായി കഴിച്ച സംഭവത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്നും ചാണ്ടി ഉമ്മൻ ചോദിച്ചു. ഒരു ദിവസം റോഡ് തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലേക്കാണ് ഇങ്ങനെ മുന്നോട്ട് വിടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത് സൂചന സമരം മാത്രമാണ്. ഇതുകൊണ്ട് ആരും സൂചിക്കണ്ട. ഞങ്ങളിവിടെ പോകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സൂചിക്കണ്ട. ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടിയുള്ള സമരത്തിലാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഒരു കാരണവശാലും പിന്നോട്ടില്ല, ഒരു ഇഞ്ച് പിന്നോട്ടില്ല. ഇവിടുത്തെ അടുത്ത തലമുറയുടെ പ്രശ്നമാണ്. ഇന്നത്തെ തലമുറയെ നശിപ്പിക്കുന്നതിനൊപ്പം അടുത്ത തലമുറ നശിപ്പിക്കുവാൻ അനുവദിക്കാൻ സാധിക്കത്തില്ല. പ്രവർത്തകർക്കൊപ്പം സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് MLA മുദ്രാവാക്യം വിളിച്ചു. കോൺഗ്രസ് പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് KB ഗിരീശൻ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം ജോഷി ഫിലിപ്പ്, UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ്, KPCC സെക്രട്ടറി കുഞ്ഞ് ഇല്ലമ്പള്ളി, കുഞ്ഞ് പുതുശ്ശേരി, അനിയൻ മാത്യു, ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. DCC സെക്രട്ടറിമാരായ JG പാലക്കലോടി, സണ്ണി പാമ്പാടി, KK രാജു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. വിദ്യാർത്ഥികൾക്കിടയിൽ വായന ലഹരിയായി മാറ്റണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളിലെ അക്കാദമിക് മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വായന ലഹരിയാക്കി മാറ്റാൻ കഴിയണമെന്നും അധസംസ്കാരത്തെ പ്രതിരോധിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് വായനയെന്നും ഉദ്ഘാടനം നിർവഹിച്ച സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി കണ്ട് അവന്റെ അഭിരുചികൾക്കനുസരിച്ചുള്ള വികാസം സാധ്യമാക്കാൻ ഓരോ അധ്യാപകനും കഴിയണം. കുട്ടികൾക്ക് അനുകരിക്കാൻ പറ്റിയ മാതൃകകൾ സൃഷ്ടിക്കാൻ സ്കൂൾ കുടുംബ അന്തരീക്ഷങ്ങൾക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. 8, 9, 10 ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസിനുള്ള സംവിധാനം ഒരുക്കണം. വിദേശത്തേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി അവർ ആഗ്രഹിക്കുന്ന തൊഴിൽദായകരാകാൻ കഴിയുന്ന ഒരു വിജ്ഞാന സമ്പദ്വ്യവസ്ഥ ഉയർത്തിക്കൊണ്ടുവരാനാകുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഓരോ അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപികയും ഒരു വിദ്യാർത്ഥിയെ ഒരു യൂണിറ്റായി കണ്ട് ആ കുട്ടിക്കുള്ള അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി, ആ കുട്ടിയിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ കൈപിടിച്ചുയർത്തുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയും ആ പ്രക്രിയയിൽ നല്ല രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നടക്കൂ. വായിച്ചത് ലഹരിയാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് അതിൽ തന്നെ ചർച്ചയുണ്ടാക്കി അത് ലഹരിയാക്കി ആ വായന മാറ്റിയെടുക്കുന്ന രൂപത്തിലേക്ക് വന്നാൽ ഇന്നത്തെ ഈ അധമ സംസ്കാരത്തിന്റെ ആവിർഭാവത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മാർഗമായി ഈ വായന എന്ന ലഹരിയെ ഉയർത്തിക്കൊണ്ടുവരാം.
ജില്ലാ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ മഞ്ജു സുജിത്ത്, PR അനുപമ, ഡയറ്റ് പ്രിൻസിപ്പൽ സഫീന ബീഗം, വിദ്യാഭ്യാസ ഉപഡയറക്ടർ MR സുനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. മേളയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തിരിതെളിച്ചു. ഈ മാസം 18-ന് സമാപിക്കുന്ന മേളയിൽ 25 ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. കോട്ടയം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കം. അനശ്വര തിയേറ്ററിൽ ആരംഭിച്ച മേളയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തിരിതെളിച്ചു. കോട്ടയത്തെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഇങ്ങനെയൊരു ചലച്ചിത്രോത്സവം നടത്താൻ കഴിയുന്നത് അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. IFFKയുടെ ഒരു മോഡലിൽ നടത്താൻ കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. IFFKയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ തലങ്ങളിലാണ് അതിൻ്റെ വലിയ രൂപത്തിലുള്ള സിനിമാ പ്രദർശനങ്ങൾ വരിക. അതിനൊരു മിനിയേച്ചർ ഇവിടെ ആയി മാത്രമല്ല, ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ളൊരു ഫിലിം ആദ്യമായി ഇവിടെ കിട്ടുന്നു എന്നുള്ളതിന് ഞാൻ സംഘാടക സമിതിയെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ജയരാജനെ പ്രത്യേകിച്ചും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയും ചെയ്യുകയാണ്. മേളയുടെ ഫെസ്റ്റിവൽ ബുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു. സിനിമ എന്താണ് തരുന്നതെന്ന് വിലയിരുത്തുന്നതിനൊപ്പം സിനിമയിൽ നിന്ന് നമ്മൾ എന്താണ് എടുക്കേണ്ടത് എന്ന ചിന്തയും പ്രധാനമാണെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു. പ്രേമലേഖനം, ഇഷ്ടം, സന്തോഷം, നർമ്മം, ഹാസ്യം, എനിക്ക് അതിനെ വിവരിക്കാൻ വാക്കുകളില്ല. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ഉണർത്തിയിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കലാരൂപമാണ് സിനിമ. അപ്പോൾ നമ്മൾ എന്താണ് നമുക്കതിൽ നിന്ന് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അത് ഒന്നിനെ നമ്മൾ വിമർശിക്കുമ്പോൾ അത് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ കോട്ടയം ഫിലിം സൊസൈറ്റിയാണ് 5 ദിവസം നീളുന്ന ചലച്ചിത്രോത്സവം നടത്തുന്നത്. സംവിധായകരായ ജയരാജ്, ലിജോ ജോസ് പെല്ലിശ്ശേരി, മിഥുൻ മുരളി, JNK, ചെറിയാൻ, പ്രദീപ് നായർ, നടി മീനാക്ഷി അനൂപ്, ഛായാഗ്രാഹകൻ മധു നീലകണ്ഠൻ, KR നാരായണൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ജിജോയ് രാജഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. KIF സിഗ്നേച്ചർ ഫിലിം സംവിധാനം ചെയ്ത ജോജോ തോമസിനെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടന ചിത്രമായി 5 ഓസ്കർ പുരസ്കാരങ്ങൾ നേടിയ അമേരിക്കൻ ചലച്ചിത്രം അനോറ പ്രദർശിപ്പിച്ചു. മാർച്ച് 18-ന് സമാപിക്കുന്ന മേളയിൽ 25 സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MT കാലം ഫോട്ടോ പ്രദർശനം ശ്രദ്ധ നേടുന്നു. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ചാണ് ഫോട്ടോ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മലയാളികൾക്ക് തന്റെ കഥകളിലൂടെയും സിനിമയിലൂടെയും പരിചയപ്പെടുത്തി നൽകിയ MT വാസുദേവൻ നായരുടെ ഓർമ്മയിൽ കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേള. അനശ്വര തിയേറ്ററിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ചലച്ചിത്രമേളയിൽ MTയുടെ സിനിമകൾ കോർത്തിണക്കിയ MT കാലം ഫോട്ടോ എക്സിബിഷൻ ശ്രദ്ധേയമായി. നിർമാല്യം, വാരിക്കുഴി, പഞ്ചാഗ്നി, കടവ്, നക്ഷതങ്ങൾ, ദയ, ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങി MT സംവിധാനവും തിരക്കഥയും എഴുതിയ അപൂർവ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. MG സർവകലാശാല വൈസ് ചാൻസലർ CT അരവിന്ദകുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി പഞ്ചായത്തിലെ ആക്കാംകുന്നിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു. കണിയാമ്പറമ്പിൽ ഷേർലി ചാക്കോയുടെ 1 ഏക്കർ പുരയിടത്തിലായിരുന്നു കൃഷി. പുതുപ്പള്ളി പഞ്ചായത്തിലെ 6-ാം വാർഡ് ആക്കാംകുന്നിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു. JLG ഹരിതശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി ചെയ്തത്. ഷെറി ചാണ്ടിയുടെ 75 സെന്റ് സ്ഥലത്ത് 550 തൈകളാണ് നട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ, CDS ചെയർപേഴ്സൺ ജിഷ മധുവിന് ആദ്യ ഫലം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. 5-ാം വാർഡ് മെമ്പർ മോനിച്ചൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുധീർ, കൃഷി ഓഫീസർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ, CDS അംഗങ്ങൾ, ജില്ലാ മിഷൻ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ മിഷന്റെയും നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. തൈകൾ നട്ടുകഴിഞ്ഞാൽ 75 ദിവസമാകുമ്പോഴേക്കും വിളവെടുക്കാൻ സാധിക്കും. അതേസമയം വിളവെടുപ്പിന് പാകമായ 20ഓളം തണ്ണിമത്തൻ ഇന്നലെ മോഷണം പോയത് അംഗങ്ങൾക്ക് തിരിച്ചടിയായി. ഇന്ന് വിളവെടുപ്പാന്നുള്ള കാര്യം ഞങ്ങൾ ഇന്നലെ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു.
അതിനോട് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇന്നലെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ കാര്യം കൊണ്ടുവരികയാണ്. ഇതിന് വേണ്ട നടപടി സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. BJP നേതാവ് PC ജോർജിനെതിരെ ലവ് ജിഹാദ് പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് പോലീസിന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പാലായിൽ കഴിഞ്ഞ ദിവസം നടന്ന ലഹരിവിരുദ്ധ സെമിനാറിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം ഉണ്ടായത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നാണ് PC ജോർജിന്റെ പ്രസംഗം. മാങ്ങാനം CMS LP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി. ഇതോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധ നേടി. മാങ്ങാനം CMS LP സ്കൂളിന്റെ നേതൃത്വത്തിൽ കളത്തിപ്പടി YWCയുടെ സഹകരണത്തോടെ ലിംഗസമത്വ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി. ലഹരിയിലേക്ക് മുങ്ങിത്താഴുന്ന നാടിനെ സംരക്ഷിക്കാൻ ഒത്തുചേർന്ന് കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു ക്യാമ്പയിൻ. ലഹരിക്കെതിരെ ഈ തലമുറയിലൂടെ സന്ദേശം കൈമാറിയാൽ മാത്രമേ വരും തലമുറയെ വിപത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂന്നും സ്കൂൾ അധികൃതർ പറയുന്നു. ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധ നേടി. കൂട്ടുകാരേ 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 മയക്കുമരുന്നിൽ മരുന്നില്ലെന്ന മരണത്തിൻ്റെ മണമാണ്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെസി ബെന്നി, അധ്യാപകരായ ഷീന, ലളിത ഷിബു, സുചിത്ര രാജപ്പൻ, അലീന ജോൺ എന്നിവരും YWCA പ്രസിഡന്റ് പ്രമീള, സെക്രട്ടറി അച്ചാമ്മ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുത്തോലിയെ മാലിന്യമുക്തമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി സൗജന്യമായി ജീബിനുകൾ വിതരണം ചെയ്തു. മുത്തോലിയെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ജീബിൻ വിതരണം നടന്നു. അപേക്ഷിച്ച എല്ലാവർക്കും ജീബിനുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ജീവമാലിന്യ ശേഖരണത്തിനായി ജീബിനുകൾ സ്ഥാപിക്കുക എന്ന ബൃഹത് പദ്ധതിക്കാണ് പഞ്ചായത്ത് രൂപം നൽകിയിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജീവമാലിന്യങ്ങൾ വീട്ടിൽ തന്നെ ശേഖരിക്കുന്നതിനാണ് ജീബിനുകൾ പഞ്ചായത്ത് നൽകുന്നത്. 4500 രൂപ വില വരുന്ന ബിന്നുകളാണ് നൽകിയത്. മാലിന്യമുക്ത പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 4 വർഷമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളോടനുബന്ധിച്ചാണ് ജീബിനുകളുടെ വിതരണം നടന്നത്. യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീജയ MP, സിജു CS, ഇമ്മാനുവൽ, ഫിലോമിന ഫിലിപ്പ്, ആര്യ സെവിൻ, പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു D മറ്റാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. സംസ്ഥാന യുവജന കമ്മീഷൻ ഈ മാസം 18-ന് രാവിലെ 9 മണി മുതൽ മാങ്ങാനം KE കോളേജിൽ കരിയർ എക്സ്പോ 2025 തൊഴിൽമേള നടത്തും. 18-നും 40-നും മധ്യേ പ്രായമുള്ളവർക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. ഫോൺ 7907565474. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന പച്ചമലയാളം കോഴ്സിലേക്ക് ഏപ്രിൽ 12 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും കോഴ്സിന് അപേക്ഷിക്കാം. അപേക്ഷകർ 17 വയസ്സ് പൂർത്തിയായവരായിരിക്കണം. 6 മാസമാണ് അടിസ്ഥാന കോഴ്സിന്റെ കാലാവധി. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയും കോഴ്സ് ഫീസ് 3500 രൂപയുമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ വഴി രജിസ്ട്രേഷൻ നടത്താം. ഫോൺ 048123020055. വെബ്സൈറ്റ് www.literacymissionkerala.org. വാട്സാപ്പ് നമ്പർ 9947528616. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വ്യാപനം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയത്വം തുടരുന്നതിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. പാമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ചാണ്ടി ഉമ്മൻ MLA. സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിക്ക് കോട്ടയം ജില്ലയിൽ തുടക്കം. വിദ്യാർത്ഥികൾക്കിടയിൽ വായന ലഹരിയാക്കി മാറ്റാൻ കഴിയണമെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് വെള്ളിത്തിരയുണർന്നു. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. പുതുപ്പള്ളി പഞ്ചായത്തിലെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുത്തു. കൃഷി ചെയ്തത് 75 സെന്റ് സ്ഥലത്ത് 500-ലധികം തൈകൾ. പഞ്ചായത്തിനോട് സഹകരിച്ച് ജില്ലാ മിഷൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.